ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ ക്വാർട്ടേഴ്സ് തകർന്നു നശിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നിർമ്മിച്ചതും 10 വർഷം മുൻപ് വരെ ഡോക്ടർമാരുടെ കുടുംബം താമസിക്കുകയും ചെയ്തു വരികയായിരുന്ന ഇരിക്കൂറിലെ ഡോക്ടർ ക്വാർട്ടേഴ്സ് അധികൃതരുടെ അവഗണനയിൽ തകർന്നു നശിക്കുന്നു. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയരികിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻപിലായി കിടക്കുന്നതാണ് ഈ ഓടിട്ട വീട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടായിരുന്നു ഇത്. ഇവിടെ ആരും താമസമില്ലാതായതോടെ ക്വാർട്ടേഴ്സിന്റെ പിൻഭാഗത്തെ വാതിലുകളും മറ്റും തകർന്നതോടെ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും അനാശാസ പ്രവർത്തകരുടെയും താവളമായിരുന്നു ഇത്. പുരാതന 4 കെട്ട് മാതൃകയിലുള്ള വീടായിരുന്നു ഇത്. ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലായതിനാൽ ഡോക്ടർ ക്വാർട്ടേഴ്സ് ആരോഗ്യ വകുപ്പ് അധികൃതരും തദ്ദേശ സ്ഥാപനങ്ങളും കൈ ഒഴിയുകയായിരുന്നു. 25 സെന്റോളം സ്ഥലത്താണ് ഈ ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പിൻഭാഗവും മുൻഭാഗവും പരിസരത്തെ മരങ്ങൾ വീണ് തകർന്നിരിക്കുകയാണ്. മഴയും വെയിലുമേറ്റ് തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രി പ്രാഥമികാരോഗ്യ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാലം ഡോക്ടർ കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടാണ്. തുടർന്ന് സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി മാറ്റുകയും ചെയ്തപ്പോൾ 10ഓളം ഡോക്ടർമാർ ജോലി ചെയ്തിരുന്നെങ്കിലും അവരെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ക്വാർട്ടേഴ്സുകളിലായിരുന്നു താമസം. ഇപ്പോൾ ആശുപത്രി കോമ്പൗണ്ടിലെ പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് വീടും ആരും താമസിക്കാതെ തൊഴിലാളികളും കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സൂക്ഷിപ്പ് കേന്ദ്രമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇരിക്കൂർ ഗവൺമെന്റ് CHCയെ 2016 സ്ഥലം MLAയും മന്ത്രിയുമായിരുന്ന KC ജോസഫ് താലൂക്ക് ആശുപത്രി പദവിയിലേക്ക് ഉയർത്തിയ പ്രഖ്യാപനം നടത്തിയെങ്കിലും 5 വർഷം കഴിഞ്ഞിട്ടും പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രി പദവി ലഭിച്ചാൽ ഒട്ടേറെ ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും മറ്റു ജീവനക്കാർക്കും താമസിക്കാൻ പറ്റുന്ന ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ്. തകരുന്ന ഈ ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത നിലയിലാണുള്ളത്. ഇരിക്കൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള 20 സെന്റ് സർക്കാർ ഭൂമി കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഇരിക്കൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ഡോക്ടർമാരുടെ കുടുംബവും താമസിച്ച സർക്കാർ കെട്ടിടമായിരുന്നു. സർക്കാർ കെട്ടിടം പൂർണ്ണമായും കഴിഞ്ഞ 10 വർഷമായി അപകടാവസ്ഥയിലാണ്. തകർന്ന സർക്കാർ കെട്ടിടം പുതുക്കി ഡോക്ടർമാർക്കും ഡോക്ടർമാരുടെ കുടുംബങ്ങൾക്കും താമസിക്കാനുള്ള ബഹുനില കെട്ടിടമായി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഞാൻ ജനിച്ചതിനെ കാണുന്ന ഒരു കെട്ടിടമാണ് ഇത്. ഇവിടെ വർഷങ്ങളായി ഡോക്ടർമാരുടെ ഫാമിലിയൊക്കെ ഇവിടെ താമസിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആയത്. ഇപ്പോൾ കുറഞ്ഞൊരു 10 വർഷം മേലെയായി ഈ ബിൽഡിംഗ് ഉപയോഗശൂന്യമായി ഇവിടെ കിടക്കുകയാണ്. ഇതിൻ്റെ ഈ കെട്ടിടം പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നത്. അതുകൊണ്ട് ഈ താലൂക്ക് ആസ്പത്രി ആകുന്ന നിലയിൽ ഈ ഡോക്ടർമാർക്കും അവരുടെ താമസിക്കാനുള്ള ഒരു കെട്ടിടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു.